RSS ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്ത ഒരു വർഷമാണിത്. യാതൊരു സംശയം വേണ്ട. കാരണം ഞാനൊരു കണക്ക് പറയാം. അതായത് RSS 50,000-ഓളം ഈ പറയുന്ന ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. ഡ്രോയിങ് റൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്കെത്തി അവിടുത്തെ ഡ്രോയിങ് റൂമിലിരുന്ന് അവിടുത്തെ ആളുകളുമായി സംസാരിക്കുന്ന മീറ്റിംഗുകൾ എന്ന് പറയുന്നത് 50,000 ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിരിക്കുന്ന ആരാണെന്നറിയാമോ? RSS ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡൽഹിയിലെ BJPയുടെ പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 70 സീറ്റുകളാണ് ആകെ ഡൽഹി നിയമസഭയിലുള്ളത്. അതിൽ 58 സീറ്റുകൾ ജനറൽ സീറ്റുകളാണ്. ബാക്കി 12 സീറ്റുകൾ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബ്സിനും വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കോളൂ നിങ്ങൾ. 2015-ലും 2020-ലും 12 സീറ്റും ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. 12 ആകെ ഉള്ളത് 12 സംവരണ സീറ്റുകളാണ്. ആ 12 സംവരണ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി ഏകപക്ഷീയമായി വിജയിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? 30% OBC വോട്ടും 16% ദളിത് വോട്ടും ഉണ്ട്. അവിടെ 46% വോട്ട് ഇൻടാക്റ്റ് ആണ് ആം ആദ്മി പാർട്ടിയുടെ കയ്യിലെന്നാണ്. പിന്നെ അവർക്ക് വേണ്ടത് എന്താണ്? പിന്നെ അവർക്ക് വേണ്ടത് കുറച്ച് മുന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് മാത്രമാണ്. പിന്നെ സിഖ് സമുദായത്തിൻ്റെ വോട്ടും. ഈ രീതിയിലായിരുന്നു അവരുടെ ഈ വോട്ട് സമവാക്യം എന്ന് പറയുന്നത്. ആ ഫോർമുലയാണ് ഇപ്പോൾ BJP ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ പറയുന്ന എക്സിറ്റ് പോൾ പറയുന്ന BJPയുടെ ഒരു വലിയ മുന്നേറ്റം സംഭവിക്കുമെങ്കിൽ ആ വോട്ട് ബാങ്ക് ബ്രേക്ക് ചെയ്തിരുന്നു. എല്ലാ വോട്ട് ബാങ്കുകളും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.